തിരുവനന്തപുരം പാപ്പനംകോട് വലിയ തീപിടുത്തമുണ്ടായിരിക്കുന്നു. 2 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഇപ്പോഴത്തെ 2 പേർ മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരികയാണ്. ആ അപകടത്തിൽ വേദനാജനകമായ വാർത്തയാണ്. 2 മരണം. പാപ്പനംകോട് വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, 2 മരണം എന്നുള്ള വിവരം പുറത്തു വരുന്നു. വിശദാംശങ്ങൾ എന്താണ് ഷഫീദ്? ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഗുരുതരമായി പൊള്ളലേറ്റവും നമ്മൾ നേരത്തെ പറഞ്ഞ 2 പേർക്ക് 2 പേരുടെ മരണം സംഭവിച്ചു എന്നുള്ള വിവരം അത് ഫയർഫോഴ്സ് ഇപ്പോൾ കൺഫേം ചെയ്യുന്നുണ്ട്. അതിൽ ഒരാൾ ഓഫീസ് ജീവനക്കാരിയാണ്, 34 വയസ്സുള്ള ഓഫീസ് ജീവനക്കാരിയാണ് എന്നുള്ള വിവരം. മറ്റേയാൾ ഇൻഷുറൻസ് ഏജൻസിയിലേക്ക് വന്ന ആളാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. ഏതായാലും വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. തിരുവനന്തപുരം പാപ്പനംകോടാണ് അല്പസമയം മുൻപ് ഇൻഷുറൻസ് കമ്പനിയിൽ, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ആ തീപിടുത്തത്തിലാണ് ഇപ്പോൾ 2 പേർ മരിച്ചു എന്നുള്ള ദുഃഖകരമായ വാർത്ത, ദുഃഖകരമായ വിവരം അത് പുറത്തു വരുന്നത്. ഏതായാലും ഈ കൂടുതൽ ഫയർഫോഴ്സ് അവിടേക്ക് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ ഫയർഫോഴ്സ് എത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർപ്പാക്കുന്നു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. 20 മിനിറ്റ് മുൻപാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജീവനക്കാരായ ഒരാളും അതേപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. തീ ഏതാണ്ട് ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്. വളരെ ദുഃഖകരമായ സംഭവം അല്പസമയം മുൻപാണ് തിരുവനന്തപുരം പാപ്പനംകോട് ഉണ്ടായത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം പാപ്പനംകോടാണ് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 2 പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന വിവരം. നേരത്തെ ഇവർ ഗുരുതരമായി പൊള്ളലേറ്റതിനെ തുടർന്ന് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മരിച്ചവരിൽ ഒരാൾ ഓഫീസ് ജീവനക്കാരിയാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. മറ്റൊരാൾ ഓഫീസിലെത്തിയ ഉപഭോക്താവാണ് എന്നുള്ള സംശയവുമുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. 2 മരണം എന്നുള്ള കാര്യം ഫയർഫോഴ്സ് സ്ഥിരീകരിക്കുന്നുണ്ട്. തിരുവനന്തപുരം പാപ്പൻകോടാണ് വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 2 പേർ വെന്തു മരിച്ചു എന്നുള്ള വളരെ വേദനാജനകമായ വാർത്തയാണ് പുറത്തു വരുന്നത്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. തീ അണയ്ക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, പുതിയ വിവരങ്ങൾ. ഷഫീദ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സ്ഥലത്തേക്ക് ഷഫീദ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഷഫീദ്? റിജിത്ത്, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ കാണുന്ന ദൃശ്യമാണ്. അതാണ് ഈ കട. ദ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്ന പേരിലാണ് ഇത് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ ഒരു ഇൻഷുറൻസ് ഏജൻസി കമ്പനിയായിരുന്നു. അവിടെയാണ് ഈ തീപിടുത്തം അല്പസമയം മുൻപ് ഉണ്ടായത്. ഏതാണ്ട് ആ ഭാഗം മുഴുവൻ കത്തിനശിച്ച രീതിയിലാണ്. ഈ ഓഫീസിനകത്ത് ജീവനക്കാരുണ്ടായിരുന്നു. 4ലധികം ജീവനക്കാർ ഈ ഓഫീസിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ആരൊക്കെയാണ് എന്നുള്ള വിവരം നമുക്ക് ഇതുവരെയുമില്ല. ഈ 2 പേർ മരിച്ചു എന്നുള്ളത് ഫയർഫോഴ്സ് കൺഫേം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയുകയുമില്ല. ഇപ്പോൾ ചില പ്രതികരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെ അടക്കം പ്രതികരണം നമുക്ക് തേടാം. കാര്യം എന്താണ് ആക്ച്വലി സംഭവിച്ചത് എന്നുള്ള കാര്യം അറിയേണ്ടതായിട്ടുണ്ട്. 2 പേരുടെ ഡെത്താണ് നിലവിൽ ഇപ്പോൾ കൺഫേം ചെയ്ത് പറയുന്നത്. കൂടുതൽ ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അപകടം പറ്റിയിട്ടുണ്ടോ എന്നുള്ള വിവരം നമുക്കറിയില്ല. ദുഃഖകരമായൊരു സംഭവം അവിടെ തിരുവനന്തപുരം പാപ്പനംകോട് നടന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഓഫീസ് ജീവനക്കാരടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരുടെ അടക്കം പ്രതികരണം നമുക്ക് തേടുകയും ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ആ ദൃശ്യമെന്ന് പറയുന്നത്. അത് ഈ കടയുടെ മുകളിലേക്ക് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്നു, അല്ലെങ്കിൽ അവരടക്കം ഈ പരിശോധന നടത്തുകയാണ്. AC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ആണോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ നമുക്ക് ഒരു വ്യക്തതയില്ല. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ചേച്ചി, ഇവിടെ ഉണ്ടായിരുന്നു? ഇല്ല, നമ്മളപ്പുറത്ത് കടയിൽ നിൽക്കുകയായിരുന്നു, അപ്പുറത്തെ സൈഡില്. അപ്പോഴാണ് ഇവിടെ സൗണ്ട് കേട്ട് നമ്മളെല്ലാവരും ഓടി ഇങ്ങ് വന്ന് നമ്മൾ ഫോം എഴുതിക്കൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. വേറെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓടി ഇങ്ങ് വന്ന്, പക്ഷെ ഇതിനകത്ത് ആളുണ്ടെന്നുള്ളത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു. അവർ ഇറങ്ങി ഓടിയെന്നാണ് അടുത്തുള്ളവർ പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് ബാക്കിൽ ഒരു ലേഡിയും ഒരാളും ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഇറങ്ങി എന്നുള്ള ഇതിലാണ് നമ്മൾ നിന്നത്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പയ്യന്മാർ സൈഡിൽ കൂടെ കയറി, ഇവർ ഫയർഫോഴ്സൊക്കെ എത്തുന്നതിന് മുമ്പേ നമ്മൾ സൈഡിൽ കൂടെ കയറി വെള്ളം ബക്കറ്റിലൊക്കെ കിട്ടിയ വെള്ളമെല്ലാം ഒഴിച്ച് തീ ശകലം അണഞ്ഞപ്പോഴാണ് ബോഡി കണ്ടത്. ശരിക്കും 2 ബോഡി ബാക്കിലുള്ളതായിട്ട് നമ്മൾ കാണുന്നത് അപ്പോഴാണ്, ഈ തീ എല്ലാം അണഞ്ഞു വന്നപ്പോൾ. അത് കഴിഞ്ഞാണ് ഈ ഫയർഫോഴ്സും പോലീസും ഇവരെല്ലാവരും എത്തിയത് തന്നെ. ഈ ബോഡി കണ്ടതിന് ശേഷമാണ് കണ്ടത്. പിന്നെ നമുക്ക് പെട്ടെന്ന് തുണികളും കാര്യങ്ങളൊന്നുമില്ല, ബോഡി പൊതിഞ്ഞെടുക്കണം. പിന്നെ നമ്മൾ ഇട്ടിരുന്ന ഷോളും അതും ഇതും എല്ലാം നുള്ളി പറക്കി കൊടുത്ത് അതിന് ബോഡി വല്ലതിന് താഴെ അവരെല്ലാവരും കൂടെ വന്നതിന് ആശുപത്രിയിലേക്കാണ് അവരെ മാറ്റി.
ആശുപത്രിയിലായിരിക്കും. ആംബുലൻസിലാണ് കൊണ്ടുപോയത്. പക്ഷെ ഒരു പെൺകുട്ടി ഇവിടെ ഉള്ളതായിട്ട് ജോലിക്ക് ഇരിക്കുന്നതായിട്ട് അറിയാം. പിന്നെ മറ്റേ വ്യക്തി ആരാണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്താണ് സംഭവം? ഇവിടെ തിരക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഒന്നുമില്ല, തിരക്കൊന്നുമില്ല. പക്ഷെ ഈ പെൺകുട്ടി എപ്പോഴും ഉണ്ട്. പക്ഷെ ഈ ബാക്കിൽ മറ്റേ ആള് ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് പുരുഷനാണെന്നാണ് ഇപ്പൊ പറഞ്ഞത്. ബോഡി എടുത്തപ്പോൾ പുരുഷനാണെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. എന്താണ് ഇത്, തീ എങ്ങനെ വന്നു എന്നുള്ളത്, ഈ തീ എങ്ങനെ ഇവിടെ വന്നു എന്നുള്ളത് അന്വേഷിച്ചാലേ അറിയാൻ പറ്റും. അതിൽ ചില സംശയങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ അത് പ്രകടിപ്പിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്, തീപിടുത്തത്തിന് കാരണമായത് എന്ത് എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. റിജിത്ത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ എന്താണ് ആ കാരണം എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും അറിയില്ല. സാധാരണഗതിയിൽ അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഒരു ജീവനക്കാരിയായ സ്ത്രീ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റേതൊരു പുരുഷനാണ് എന്ന രീതിയിലാണ് പറയുന്നത്. 2 ജീവനക്കാർ മരിച്ചു. അതിൽ ഒരു ജീവനക്കാരുടെ പ്രതികരണം അതുണ്ട്. അതെന്താണ് സംഭവം എന്നുള്ള കാര്യം നമുക്കിപ്പോഴും അറിയില്ല. അതാരാണ് എന്നുള്ള കാര്യത്തിലും നമുക്കിപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ചേട്ടാ, ഇവിടെ ഉള്ള ആളാണോ? ഇവിടെ ഈ അടുത്തുള്ള ആളാണോ? ഞാൻ വ്യാപാരി വ്യവസായ പ്രസിഡന്റാണ്. സംഭവം നമുക്ക് എന്തെങ്കിലും ഇതൊരു 1:45 പെട്ടെന്നൊരു പൊട്ടിത്തെറിയും ഒരു തീ കത്തലും കണ്ടു. എങ്ങനെ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അകത്ത് ആ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഒരാളെ ഉള്ളതാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇൻഷുറൻസ് അടയ്ക്കാൻ വന്നതാണോ അല്ല മറ്റാരാണെന്ന് അറിയില്ല. 2 പേരുടെ തീ പിടിച്ച ഇതാണ് എടുത്തത്. ഈ കമ്പനിയുടെ ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ആൾ ഇവിടെ ഉണ്ട്. അതിന്റെ ബിൽഡിങ്ങിന്റെ ഓണർ ഇവിടെ ഉണ്ട്. സാധാരണ ഒരൊറ്റ സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു. സാധാരണ ഒരു സ്റ്റാഫേ ഇവിടെ കാണാറുള്ളൂ. ശബ്ദം കിട്ടാണോ ഈ അടുത്തുള്ള ആൾക്കാർ? ഞങ്ങളെ അടുത്തുള്ള ആളുകൾ, ഞങ്ങൾ പിന്നെ ഈ ഏകോപന സമിതി ആൾക്കാരാണ്. എല്ലാവരും ഇതിന്റെ ചുറ്റും തന്നെ ഉണ്ട്. തീ പിടിക്കുന്നതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഓടി വന്നു. ബക്കറ്റിൽ വെള്ളം കളക്ട് ചെയ്ത് ആദ്യം അണച്ചു. നാട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. അടുത്ത കടക്കാരും നാട്ടുകാരും എല്ലാവരും വന്നാണ് ഇത് അണച്ചത്. അതിനുശേഷമാണ് ഫയർഫോഴ്സ് എത്തിയത്. പോലീസും ഫയർഫോഴ്സൊക്കെ അതിനുശേഷം എത്തി. അതായത് ഇതാണ് ഒരു ചില സംശയങ്ങൾ അവർ പറയുന്നുണ്ട്. സാധാരണഗതിയിലെ രണ്ടാമത്തെ ആൾ ആരാണ്? ഡെത്ത് കൺഫേം ചെയ്ത് 2 പേരുടെ ഡെത്ത് കൺഫേം ചെയ്തു എന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അല്പസമയം മുൻപ് ആ ചേച്ചി പറഞ്ഞു, അതായത് ഈ തൊട്ടപ്പുറത്തെ കടയിലൊക്കെയുള്ള ചില ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ തീ അണയ്ക്കുന്ന അടക്കമുള്ള അതിപ്പോൾ ഈ തൊട്ട് ഇപ്പുറത്തൊക്കെയുള്ള വ്യാപാരികളൊക്കെ ഉണ്ട്. അവരുടെ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് ഷഫീദ് റാവുത്തറാണ് സംഭവ സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 പേർ മരിച്ചിട്ടുണ്ട്, ഒരു സ്ത്രീയും ഒരു പുരുഷനും എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം, ഔദ്യോഗികമായ സ്ഥിരീകരണമൊക്കെ അല്പസമയത്തിനകം വരും എന്ന് കരുതുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക്